മതേതരത്വത്തിന്റെ അടിവേരിളക്കി അയോധ്യയിൽ രാമപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കേണ്ട ജനാധിപത്യത്തിന്റെ 4ാം തൂൺ കാവിപുതയ്ക്കുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ മറ്റു മാധ്യമങ്ങൾക്കൊപ്പം കേരളത്തിലെ മാധ്യമങ്ങളും അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് ആഘോഷമാക്കുകയായിരുന്നു. മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവച്ചാണ് രാമപ്രതിഷ്ഠയെന്ന് കൈരളി ന്യൂസ് ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നു. കേരളത്തിലെ പ്രമുഖ സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരെ അണിനിരത്തിയുള്ള ചർച്ചയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. മതനിരപേക്ഷത തകർക്കപ്പെടുന്നതിന്റെയും മാധ്യമങ്ങൾ പുലർത്തുന്ന അപകടകരമായ മൗനത്തിന്റെയും പ്രതിഷേധ സ്വരമാണ് ചർച്ചയിലുടനീളം ഉയർന്നത്. ഒരു വർഗീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തുന്നത് എന്ന് കാണിച്ചു തരികയാണ്. ഇതൊരു മോറൽ എത്തിക്കലും പിന്നെ വർഗീയവുമായിട്ടുള്ള ഒരു ചലഞ്ചാണ്. അപ്പോൾ ഇതിനെ നേരിടാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഫെയിലിയർ ഓഫ് ഇന്ത്യ. ഈ വിഷ്വൽ ഇത് ഇന്ത്യയുടെ മുഖത്തുള്ള ഒരു ചെകിട്ടത്തുള്ള അടി തന്നെയാണ്. വളരെ സൂക്ഷ്മമായി മറ്റൊരു വഴിയിലൂടെ ഇവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇതിനെ എക്സ്പോസ് ചെയ്യുക. മതവികാരത്തെ ദുരുപയോഗപ്പെടുത്തുന്നതിനെ എങ്ങനെ തടയാൻ പറ്റുമെന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ ഏതു പക്ഷത്ത് നിലയുറപ്പിക്കണമെന്ന ചോദ്യത്തിന് മറുപടിയാണ് കൈരളി ന്യൂസ് ഇന്ന് സംഘടിപ്പിച്ച ചർച്ച. നടക്കാൻ പാടില്ലാത്തത് നടക്കുന്നുവെന്ന് വിളിച്ചു പറയുന്നതാണ് മാധ്യമധർമ്മം. മറ്റു മാധ്യമങ്ങൾ മൗനം പാലിക്കുമ്പോൾ കൈരളി ആ ധർമ്മം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക്, കൈരളി.